ആകാശവാണി ജില്ലാ വൃത്താന്തം. ഇന്ന് ഇടുക്കി ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി രതീഷ് കൃഷ്ണ. കോൺക്രീറ്റ് വനങ്ങൾ നഗരങ്ങളെ കീഴടക്കുമ്പോൾ പച്ചപ്പിന്റെ കുളിർമയേകി തൊടുപുഴയിലെ അമരങ്കാവ് ശ്രദ്ധേയമാകുന്നു. നൂറ്റാണ്ടുകളുടെ പഴമയുള്ള ഈ കാവ് ഇന്ന് തൊടുപുഴ നഗരത്തിന്റെ പ്രധാന ജീവവായുവാണ്. 3 ഏക്കറോളം വരുന്ന അമരങ്കാവ് അപൂർവ സസ്യജാലങ്ങളുടെയും ജീവികളുടെയും വലിയൊരു ലോകമാണ് സമ്മാനിക്കുന്നത്. പ്രകൃതിയെ അടുത്തറിയാനും പഠിക്കാനുമായി നിരവധി സഞ്ചാരികളും വിദ്യാർത്ഥികളും ദിവസവും ഇവിടെ എത്തുന്നുണ്ട്. സർക്കാരിന്റെ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച കേരളത്തിലെ 28 കാവുകളിലൊന്നായ അമരങ്കാവ് നാട്ടുകാരുടെ ഭരണസമിതിയും നഗരസഭയും ചേർന്നാണ് നിലവിൽ സംരക്ഷിച്ചു പോരുന്നത്. ഇടുക്കിയിലെ പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രമായ ആനയാടിക്കുത്തിൽ സന്ദർശകരുടെ വൻ തിരക്ക് അനുഭവപ്പെടുന്നു. കാലവർഷം എത്തിയതോടെ ജലസമൃദ്ധമായ വെള്ളച്ചാട്ടം കാണാൻ കുടുംബസമേതം എത്തുന്നവരുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. BMBC നിലവാരത്തിൽ റോഡ് നിർമ്മാണം പൂർത്തിയാക്കിയത് വിനോദസഞ്ചാരികൾക്ക് വലിയ ആശ്വാസമായി. വെള്ളച്ചാട്ടത്തിന്റെ മുകൾ ഭാഗം വരെ വാഹന സൗകര്യം എത്തിയതോടെ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വരും ദിവസങ്ങളിൽ സന്ദർശകരുടെ എണ്ണം ഗണ്യമായി വർദ്ധിക്കുമെന്നാണ് ടൂറിസം വകുപ്പിന്റെ വിലയിരുത്തൽ. എന്നാൽ ഒട്ടേറെ വാഹനങ്ങൾ എത്തുന്നത് കാരണം പ്രദേശത്ത് ഗതാഗതക്കുരുക്കും അനുഭവപ്പെടുന്നുണ്ട്. ജില്ലയിൽ മഴക്കാലത്തുണ്ടാകാനിടയുള്ള അപകടങ്ങൾ മുൻകൂട്ടി കണ്ട് മനുഷ്യരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനുള്ള നടപടികൾ വേഗതയോടെ സ്വീകരിക്കാൻ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി അനൂപ് ജേക്കബ് നിർദ്ദേശം നൽകി. മഴക്കാല മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ ഇടുക്കി കളക്ടറേറ്റിൽ ചേർന്ന യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മണ്ണിടിച്ചിൽ ഒഴിവാക്കാൻ റോഡുകളുടെ ഭിത്തികൾ ശാസ്ത്രീയമായി സംരക്ഷിക്കാൻ ദേശീയപാത അതോറിറ്റിയും പൊതുമരാമത്ത് വിഭാഗവും ശ്രദ്ധിക്കണമെന്ന് മന്ത്രി പറഞ്ഞു. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കായി പോലീസിന് ഡ്രോണുകൾ ലഭ്യമാക്കും. ജില്ലയിൽ കൺട്രോൾ റൂമുകളുടെ പ്രവർത്തനം ആരംഭിച്ചതായും അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കാൻ ക്യാമ്പുകൾ കണ്ടെത്തിയതായും ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട് യോഗത്തിൽ അറിയിച്ചു. ആദ്യഘട്ടത്തിൽ 34 പേരടങ്ങുന്ന NDRFന്റെ ഒരു യൂണിറ്റ് ജില്ലയിൽ സജ്ജമാക്കിയിട്ടുണ്ട്. വനഭൂമിയിൽ നിന്ന് റോഡുകളിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു നീക്കാൻ വനംവകുപ്പ് മുൻകൈയെടുക്കണമെന്ന് ഗവൺമെന്റ് ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് ആവശ്യപ്പെട്ടു. ജില്ലയിൽ വർദ്ധിച്ചു വരുന്ന അനധികൃത നിർമ്മാണങ്ങളുടെയും സാഹസിക ടൂറിസം സംരംഭങ്ങളുടെയും സുരക്ഷ പരിശോധിക്കാൻ ടെക്നിക്കൽ കമ്മിറ്റിയെ നിയോഗിച്ചതായി കളക്ടർ അറിയിച്ചു. ജൂൺ 15ഓടെ ഇതിൽ റിപ്പോർട്ട് ലഭ്യമാകും. പതിവായി അപകടമുണ്ടാകുന്ന വെള്ളച്ചാട്ടങ്ങളിൽ സഞ്ചാരികൾ ഇറങ്ങാത്ത വിധത്തിൽ വേലി കെട്ടി സംരക്ഷിക്കണമെന്ന് യോഗത്തിൽ ആവശ്യമുയർന്നു. ജനപ്രതിനിധികളും വിവിധ വകുപ്പുകളിലെ ജില്ലാതല ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. ഔഷധ ഗുണവും തീക്ഷ്ണമായ രുചിയും കൊണ്ട് ലോകശ്രദ്ധ ആകർഷിച്ച കാന്തല്ലൂർ വെളുത്തുള്ളി കേരളത്തിന്റെ കാർഷിക വൈവിധ്യത്തിന്റെ തിളങ്ങുന്ന ഉദാഹരണമായി നിലകൊള്ളുന്നു. ഭൗമസൂചികാ പദവി നേടിയ ഈ ഉൽപ്പന്നം വിപണിയിലെ സാധാരണ വെളുത്തുള്ളികളിൽ നിന്ന് ഏറെ വേറിട്ട് നിൽക്കുന്നതാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 2000 മീറ്റർ ഉയരത്തിൽ ജൈവരീതിയിൽ വളരുന്ന കാന്തല്ലൂർ വെളുത്തുള്ളിയിലെ അലിസിൻ എന്ന ഘടകവും എസൻഷ്യൽ ഓയിലിന്റെ അളവും ഏറെ ഉയർന്നതാണ്. 1 വർഷം വരെ കേടുകൂടാതെ സൂക്ഷിക്കാവുന്ന ഇതിന്റെ കട്ടിയുള്ള അല്ലികൾക്ക് ആയുർവേദ മരുന്ന് നിർമ്മാണത്തിലും വിദേശ വിപണിയിലും വൻ പ്രിയമാണുള്ളത്. ആധുനിക വിപണന സംഭരണ സൗകര്യങ്ങൾ കൂടി ഒരുക്കുന്നതോടെ കർഷകരുടെ ജീവിത നിലവാരം ഇനിയും ഉയരുമെന്നാണ് പ്രതീക്ഷ. മൂന്നാറിൽ ടൂറിസം പോലീസ് സ്റ്റേഷൻ സ്ഥാപിക്കുന്ന കാര്യം മുഖ്യമന്ത്രിയുമായി ആലോചിച്ച് തീരുമാനിക്കുമെന്ന് ടൂറിസം വകുപ്പ് മന്ത്രി PC വിഷ്ണുനാഥ് അറിയിച്ചു. മൂന്നാറിൽ ടൂറിസവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുടെ യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. സഞ്ചാരികൾക്ക് നേരെയുള്ള അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ ഇടുക്കി ജില്ലാ കളക്ടറും പോലീസ് മേധാവിയും അതിർത്തി ജില്ലകളിലെ ഉദ്യോഗസ്ഥരുമായി ചേർന്ന് ഏകോപനത്തോടെ പ്രവർത്തിക്കും. മൂന്നാറിലെ ടൂറിസ്റ്റ് ഗൈഡുകൾക്ക് പരിശീലനം നൽകും. വിവിധ വകുപ്പുകളുടെ കൈവശമുള്ള ഭൂമി പാർക്കിങ്ങിനായി വിട്ടു നൽകാൻ നടപടി സ്വീകരിക്കും. ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ എലിവേറ്റഡ് പാത എന്ന ആശയം ദേശീയപാത അതോറിറ്റിയുമായി ചർച്ച ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു. കോവിഡിന് ശേഷം റെക്കോർഡ് സഞ്ചാരികളാണ് കഴിഞ്ഞ വർഷം മൂന്നാറിൽ എത്തിയത്. മൂന്നാറിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ടോയ്ലറ്റ് സംവിധാനങ്ങളും മാലിന്യ സംസ്കരണ പദ്ധതികളും നടപ്പാക്കും. അതീവ പരിസ്ഥിതി ദുർബല പ്രദേശമായതിനാൽ മൂന്നാറിൽ അഡ്വഞ്ചർ ടൂറിസത്തിന് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടി വരുമെന്നും മന്ത്രി വ്യക്തമാക്കി. യോഗത്തിൽ ജനപ്രതിനിധികളും ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. ജില്ലാ വൃത്താന്തം സമാപിച്ചു.